ഹലോ ഡിയേഴ്സ്, എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഷോർട്സ് ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സാരി ഡ്രേപ്പിസ്റ്റ് ആണ്. ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇടിമുഴിക്കലാണേ. അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് വേണമെങ്കിൽ ഞാൻ ഇതിൽ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. നമുക്ക് വർക്കിലേക്ക് കടക്കാം. നല്ല മടി പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. കാരണം ഇപ്പോഴത്തെ നമ്മൾ കാലാവസ്ഥ നല്ല മഴയും കാര്യമാണ്. അപ്പോൾ നമ്മൾ ചുരുണ്ട് കൂടി ഉറങ്ങാനേ നമുക്ക് തോന്നുന്നുണ്ട്. ആ ഉറക്കത്തിൽ നീച്ച് വന്നിട്ടുള്ള ഒരു വരവാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ സാരി എടുത്തപ്പോൾ രണ്ട് സാരി നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യത്തെ സാരി ആ ഒരു ബ്രൗൺ പ്ലസ് ഒരു ബ്ലൂ കളർ വരുന്ന സാരി വന്നിട്ട് കസവ് കേന്ദ്രയിൽ നിന്നായിരുന്നു. ഏകദേശം 6000 റേഞ്ചിലായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. ആൻഡ് ഈ ഒരു പേസ്റ്റൽ കളർ വരുന്നത് അതൊരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ വിത്ത് റോസ്, അതായത് പേസ്റ്റൽ കളർ ആയിട്ടുള്ള ഈ ഒരു സാരി ലോഫ്റ്റിൻ്റെ സാരിയാണ് കേട്ടോ. ഏകദേശം 3000 താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇട്ട ഡ്രസ്സ് എനിക്ക് എന്തോ ഒരു വൃത്തി തോന്നില്ല, ഒരു കരിമ്പൂത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നരച്ചൊരു ഡ്രസ്സാണ് വീട്ടിൽ നിന്ന്, ജസ്റ്റ് വെറുതെ ഇടുന്ന ഡ്രസ്സാണല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു രസമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഫ്രഷ് എൻ്റെ ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ മുഖത്ത് നിങ്ങളത് കാണില്ല. കാരണം വർക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വർക്കാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് മെയ് 26-നാണ്. 27-ന് കൂടുന്ന വർക്കായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഡിലേ ആക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാരി നിന്ന് പ്രീപ്ലീറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു അയണിങ് ടേബിളിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം അതിൻ്റെ വാങ്ങിയ സമയത്തുള്ള അതിൻ്റെ കവറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ചെറിയൊരു ഇറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട്, അതായത് അതിൻ്റെ ലെങ്ത്തിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരുപാട് നീളത്തിൽ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു പോകും. കാരണം മറ്റേതാകുമ്പം ചെറിയ വീതിയായിരിക്കും ഉണ്ടാവുക. നമുക്കൊരു ജസ്റ്റ് ഒരു വീഡിയോസിനും അല്ലെങ്കിൽ ചെറിയൊരു ഷോക്ക് വേണ്ടി നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മൾ വർക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഏതെങ്കിലും സൈഡ് ഡ്രേപ്പേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പ്ലീറ്റ്സ് എല്ലാം എടുക്കാൻ നോക്കി നോക്കൂ. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് പ്ലീറ്റ്സ് എടുത്ത് കഴിയും. യൂട്യൂബ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളും ഇടാറുള്ളത്. അപ്പോൾ എൻ്റെ കൂടുതൽ സർവീസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇൻസ്റ്റ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ പ്രീപ്ലീറ്റിംഗ്, അതായത് ബോക്സ് പ്ലീറ്റിംഗ്, പ്രീപ്ലീറ്റിംഗ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് സാരി ഡ്രേപ്പിംഗ്, പ്രീപ്ലീറ്റിംഗ്, ഫ്ലഫി പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള സാരി ഡ്രേപ്പിംഗ്, ഹാങ്ങർ ഫോൾഡിങ്, ഇങ്ങനത്തെ ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഒന്നും കൂടെ പറയാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൃത്യമായിട്ടുള്ള നമ്മുടെ സ്റ്റുഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. മോസ്റ്റ്ലി ഉള്ള എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു കോലത്തിലായിരിക്കും വരുന്നുണ്ടാവുക. നല്ല രീതിയിൽ മുടിയെല്ലാം വാർന്ന് കിട്ടി അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കുന്ന സെയിം അതേ കോലത്തിലാണ് നമ്മൾ വീഡിയോസ് എടുക്കാറുള്ളത്. കാരണം വീഡിയോസിനായിട്ട് മാത്രം ഒരുങ്ങി കെട്ടി വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വലിയ രസമില്ല. പക്ഷേ ചില സമയത്ത് ഒരുങ്ങാൻ തോന്നിയാൽ അങ്ങനെ ഒരുങ്ങും കേട്ടോ. പക്ഷേ മോസ്റ്റ്ലി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോസ് എല്ലാം എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത് ക്ലയൻറ്റിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ മെഷർമെൻറ്റ്സിൻ്റെ നമ്പറോ അല്ലെങ്കിൽ സാരിയിൽ എടുത്ത് വെക്കാനായിട്ട് നമ്മൾ പറയും. ഇപ്പോൾ ഇൻ കേസ് നമ്പേഴ്സാണ് അവർ അയച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടാപ്പ് വെച്ചിട്ടാണ് സാരിയിൽ മെഷർമെൻറ്റ്സ് എടുത്ത് വെക്കും. എന്നിട്ടാണ് ഞാൻ പ്രീപ്ലീറ്റിങ് തുടങ്ങാറുള്ളത്. ഒരു സാരി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ. ബ്രൈഡ്സ് മെയ്ഡ് ആവാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷന് നിങ്ങൾക്ക് ബ്രൈഡിനല്ല ബ്രൈഡ്സ് മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെങ്കിൽ ഉണ്ടെങ്കിൽ, അതായത് വെഡിങ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് സാരി നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസ് ഉപയോഗപ്പെടും കേട്ടോ. അതായത് ഫുള്ളി അയൺഡ് ആയിട്ടുള്ള സാരി, കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇത്. ഇതിൽ ഫ്ലഫി പ്ലേറ്റ്സ് പോസിബിൾ ആവില്ല. ഫ്ലഫി പ്ലേറ്റ്സ് എന്താണെന്നും ഏതാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് സാരി നോക്കിയിട്ട് തന്നെ എടുക്കാം. ഈ ഒരു സാരിയിൽ ഏകദേശം 6000 റേഞ്ചിലാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇതിൽ താഴെയും നമുക്ക് ഒരുപാട് സാരീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കാലിക്കറ്റ് സൈഡുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസവ് കേന്ദ്ര, സിൽക്ക് മന്ദിർ, ജയലക്ഷ്മി, പിന്നെ അതേപോലെ തന്നെ വെഡ്ഡിങ്
ഫാമിലി വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. മോസ്റ്റ്ലി എനിക്ക് വന്നിട്ടുള്ള കുറച്ച് സൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് സിൽക്ക് മന്ദിർ, കസവ് കേന്ദ്ര, ജയലക്ഷ്മി ഒക്കെയാണ് കൂടുതലും എനിക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അവിടുത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. നിങ്ങൾ ആരും വിചാരിക്കണം കേട്ടോ ആൽസ് ഗുഡ്നസിൻ്റെ വാട്ടറാണ് ഞാനിതിൽ ഒഴിക്കുന്നത് അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു കപ്പ് ഉണ്ടായിരുന്നു നമ്മളെ ഈ ഒരു അയൺ ബോക്സിൽ ഒഴിക്കാൻ പറ്റുക, മഗ് കാണുന്നില്ല. അപ്പം പിന്നെ എനിക്ക് ഈ ഒരു ഓപ്ഷനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അതിൽ നോർമൽ വാട്ടർ നിറച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. എന്നാലും പിന്നെ അതിൻ്റെ വെള്ളം ചിന്തി പോവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ എടുത്തിട്ടുള്ളത്. അല്ലാതെ അതിൽ ആൽസ് ഗുഡ്നസിൻ്റെ വാട്ടറൊന്നും ഇല്ലേ. അപ്പം നമ്മളിതാ പ്രീ പ്ലീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അയണിങ്ങിലേക്ക് കിടക്കുകയാണ്. സ്റ്റീം അയണിങ് ആണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ സാരീസിൻ്റെ മെറ്റീരിയലും എൻ്റോളി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരു സാരിയിൽ ഈ ഒരു സെയിം സാരിയിൽ കൊടുക്കുന്ന ഹീറ്റിങ് നമ്മൾ വേറൊരു സാരിയിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അയണിങ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പം ഇനിയിപ്പം സാരി ഡ്രേപ്പിസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തം ആയിട്ട് അയൺ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ചിലരോട് പറയാറുണ്ട് ചേച്ചി അത് കരിഞ്ഞു പോയി, ഞാൻ ഈ ഒരു ഹീറ്റിൽ കൊടുത്തപ്പോൾ കരിഞ്ഞു പോയി, ഏത് അയൺ ബോക്സ് നല്ലതെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അയൺ ബോക്സിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു ഹീറ്റ് നോക്കിയിട്ട്. അതായത് ഞാൻ എപ്പോഴും ചെറിയൊരു ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ബോക്സ് അല്ല ഓഫ് ചെയ്യേണ്ടത്. മീൻസ് അയൺ ബോക്സിൽ നമ്മൾ സ്വിച്ചും ഒരു റൗണ്ട് ബോക്സ് ആണല്ലോ, അതല്ല നമ്മൾ കുറയ്ക്കേണ്ടത്. നമ്മൾ സ്വിച്ച് തന്നെ ഓഫ് ആക്കണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ അയൺ ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. ശരിക്കും ഏകദേശം ഒരു ഹീറ്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ഒരു സൈഡിൽ ഇത്ര മതി എന്നുള്ള ഇതിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ബോക്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അത് ബോക്സ് പോലെ മടക്കിയിട്ട് പ്രീ പ്ലീറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ബോക്സ് പോലെ മടക്കിയിട്ട് നമ്മളത് നീറ്റായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിനെയാണ്, അതായത് ബോക്സ് സാരിയിൽ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബോക്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റിയാണ് വെച്ചു. പിന്നെ എൻ്റെ റീസൺലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് എൻലോഫ്റ്റിൻ്റെ സാരി കേട്ടോ. അതായത് ഭയങ്കര യുണീക്കായിരിക്കും അവരുടെ ഓരോ കാര്യങ്ങളും, ഭയങ്കര യുണീക്കാണ് കേട്ടോ. ഞാൻ ഈ ഒരു സാരി മെറ്റിൽ എന്ന് പറയുമ്പോൾ എനിക്ക് റീസൺലി ഒരു സാരി മെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഭയങ്കര ബൗൺസി ആയിട്ടുള്ളൊരു സാരി ആയിരുന്നു അത് കേട്ടോ. അപ്പം ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൈപ്പ് ഓഫ് സാരി മെറ്റിൽ നിങ്ങൾ വാങ്ങിക്കരുത് ഒരിക്കലും, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സാരി നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഭയങ്കര ബോറായിരിക്കും. അയൺ നമ്മൾ എങ്ങനെയും ചെയ്തു തരും, പക്ഷേ നിങ്ങൾക്ക് ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഒരു സാരി കണ്ടപ്പോൾ സെയിം എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സാരി ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തൊട്ടതിന് ശേഷം സത്യം പറഞ്ഞത് പ്രീ പ്ലീറ്റൊക്കെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഒതുങ്ങിയ ടൈപ്പ് സാരി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh വരെയുള്ള സാരി ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടൊരാളാണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ എനിക്ക് ഇതിൽ തോന്നി. ജസ്റ്റ് 3000 ഉള്ളിലുള്ള സാരിയാണ് കേട്ടോ. എംലോഫ്റ്റിൻ്റെ 3000 ഉള്ളിൽ വരുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇത്. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ പ്രീ പ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരിയായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ ഒരു സാരിയിൽ നിങ്ങൾ ഫ്ലഫി പ്ലീറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലഫി പ്ലീറ്റ്സ് തീർച്ചയായിട്ടും ഇതിൽ കിട്ടണം. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രൈഡൽ സാരി ആയിട്ട് പോലും ഉപയോഗിക്കാം. കാരണം ചിലവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നുണ്ടെന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എംലോഫ്റ്റിനെ എന്നെ സജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം നല്ല പേസ്റ്റൽ കളറുമാണ് ഇത്. അത് നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നോക്കാതെ എംലോഫ്റ്റിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ബ്രൈഡ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാനിത് തന്നെ സജസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സും കൂടിയാണ് സെൻറ്റർ പ്ലീറ്റ് ബൗൺസി ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഫ്ലഫി പ്ലീറ്റ് ആയിട്ട് നിൽക്കാവുന്നത്, ഹീറ്റ്ലെസ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പം അതൊക്കെ ബ്രൈഡ്സ് ചെറിയ സാരിയിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ബ്രൈഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എംലോഫിലേക്ക് പോകാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടാണ് പ്രീ പ്ലീറ്റിങ് തുടങ്ങിയിട്ടുള്ളത്. പ്രീ പ്ലീറ്റിങ് ഓൾറെഡി ഞാൻ പല്ലുപ്പീര് ചെയ്ത് വെക്കും, ഏകദേശം ഒരു അളവ് വരെ ഞാൻ ചെയ്ത് വെക്കും. പിന്നെ ഒരു 2-3 ഇഞ്ചോ നമുക്ക് കൂട്ടാനുണ്ടാവുള്ളൂ. നമ്മുടെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ പല്ലു ലെങ്ത് എന്ന് പറയുമ്പോൾ 40 ആയിരുന്നു ഇഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ രീതിയിലായിരുന്നു, അപ്പം കുറച്ച് മതിയല്ലോ. ഓവർ ഹൈറ്റ് കുറച്ച് ഉള്ളൊരു ആളായിരുന്നു, ബട്ട് ഭയങ്കര ഹൈറ്റ് കുറവല്ല കേട്ടോ. സെൻട്രൽ പ്ലീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര ഈസി ആയിട്ടോ. എനിക്ക് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്തായാലും വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് റീസെൻ്റ്ലി എനിക്ക് കല്യാണമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇനി ആരെങ്കിലുമൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും എംലോഫിലേക്ക് വരുന്നതാണ്. ഓക്കെ. അപ്പം ഇവിടെയാണ് നമ്മൾ ഫ്ലഫി പ്ലീറ്റ്സിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അത് വേറെ ടൈപ്പ് തന്നെയാണ്. ഇവിടെ നോർമലായിട്ടുള്ള അയണിങ് ആണ് കൊടുക്കുന്നത്. കാരണം ക്ലയൻറ്റിന് ബോക്സ് സ്പ്ലിറ്റിംഗ് ആണ് പറഞ്ഞത്. ബോക്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫ്ലഫി പ്ലീറ്റ്സ് പോസിബിൾ അല്ല. കാരണം നമ്മൾ മടക്കുന്ന ഒരു സംഭവമാണല്ലോ. മടക്കുന്ന സംഭവത്തിൽ എന്തായാലും ആ പൊന്തി നിൽക്കുന്ന ഭാഗം താവുന്നുള്ളത് ഏതൊരു കോമൺ ആയിട്ടുള്ള ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള അയണിങ് ആണ്. സെൻട്രൽ പ്ലീറ്റ് എല്ലാം അയൺ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചെസ്റ്റ് പ്ലീറ്റ് അയൺ ചെയ്യാൻ തുടങ്ങുക കേട്ടോ. ചെസ്റ്റ് പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ഭാഗമാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഭാഗമാണ് ഞാൻ ലാസ്റ്റ് അയൺ ചെയ്യാറുള്ളത്. എന്നിട്ടാണ് ഞാനിത് ഇതേപോലെ ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതേപോലെ ബോക്സ് പ്ലീറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
കാരണം നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നില്ല, ഓഫ്ലൈൻ മാത്രമാണ് കൊടുക്കുന്നത്. ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.